ഇവിടെ പറന്ന് വീണിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നത് അതാണ് ഈച്ചേൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. ആദ്യം നമ്മൾ നേതാക്കന്മാരൊക്കെ കുറച്ചൊരു ആത്മസംയമനം വലിച്ചുകൊണ്ട് ഇതിൻ്റെ നല്ല രീതിയിൽ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ചെറിയൊരു ഒരു ബുദ്ധിയെങ്കിലും കാണിക്കണം എന്നുള്ളതാണ്. എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നിരവധി ചാനൽ ഷോസിലൂടെ നമുക്കൊക്കെ സുപരിചിതനായ പ്രശസ്ത മിമിക്രി ആർട്ടിസ്റ്റ് മധുവേട്ടനാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കോഴിക്കോട് മില്ലേനിയം ഓഡിയോസിൻ്റെ സ്റ്റുഡിയോയിലാണ്. ഇപ്പോൾ എൻ്റെ ഒരു ആനിമേഷൻ വർക്കിൻ്റെ ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മധുവേട്ടൻ വന്നത്. അപ്പോൾ ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഏതാണ്ട് ഒരു 10 മിനിറ്റ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഐറ്റംസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് മധുവേട്ടൻ്റെ കുറച്ച് പെർഫോമൻസിലേക്ക് കടക്കാം. ഞാനൊന്ന് രണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരെ ശബ്ദം പറയാം ആദ്യമായിട്ട്. അതുകൊണ്ട് ഉമ്മൻചാണ്ടി സാറ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല, വിട്ടുപിരിഞ്ഞ് പോയെങ്കിൽ കൂടെ അതുകൊണ്ട് ഒരു വ്യക്തിത്വമുള്ള ആൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ പറയാൻ ശ്രമിക്കുക. എനിക്ക് അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രതാപകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശബ്ദം അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെയാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയല്ല, ഞാൻ കേട്ടൊരു ശബ്ദം നോക്കാം. ഞാൻ ആദ്യമായിട്ട് പെരാമ്പ്രയിൽ വരുന്നത് ശ്രീമാൻ KG അടിയോടിയുമായിട്ടുള്ള എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലാണ്. പിന്നീട് നിരവധി തവണ പെരാമ്പ്രയിൽ വരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ ആളുകളെയും കാണാനും അവരുടെ പ്രയാസങ്ങൾ ചോദിച്ചറിയാനും അതിന് എന്നാൽ കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ഒരു വലിയ ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇങ്ങനെ എല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അത് ആ ഒരു പഴയ കാലത്ത് അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യവാനായിട്ടുള്ളൊരു സമയത്തുള്ളൊരു തന്നെ. പക്ഷേ ഈ പിൽക്കാലത്ത് അദ്ദേഹം സുഖബാധിതനായ സമയത്ത് നമ്മൾ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് വന്നൊരു മാറ്റം നമുക്ക് നോക്കാം. ഞാൻ ആദ്യമായിട്ട് പെരാമ്പ്രയിൽ വന്നിട്ടുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ KG അടിയോടിയുമായിട്ടുള്ള ഒരു സൗഹൃദത്തിൻ്റെ പേരിലാണ്. ശാരീരികമായിട്ട് ഉള്ള ചില അസ്വസ്ഥതകളുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. അത് അദ്ദേഹത്തിൻ്റെ രണ്ട് ശബ്ദങ്ങളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വടകരൻ്റെ പഴയ മുൻ MP നമ്മുടെ K മുരളീധരൻ സാർ, അദ്ദേഹം വെട്ടി തുറന്ന് എന്തും പറയുന്നൊരു കൂട്ടത്തിലുള്ള മനുഷ്യനാണ്. ഇപ്പം മുരളീധരൻ സാറ് ഇപ്പോൾ അതേ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം. അദ്ദേഹം ഏറ്റവും കൂടുതൽ കടന്നാക്രമിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളല്ല, സ്വന്തം പാർട്ടിയെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന മനുഷ്യനാണ്, ഒരു രാഷ്ട്രീയക്കാരനാണ് K മുരളീധരൻ. നോക്കാം. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ശനിദശ എന്നൊക്കെ പറയേണ്ട ഒരവസ്ഥയാണ്. അണ്ണക്കോട്ടനെ കൊണ്ട് പറഞ്ഞ വലിയ അറ്റ കണ്ണിയില്ല വീണ നിലവില്ല എന്ന് പറഞ്ഞ വലിയ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം നമ്മൾ നേതാക്കന്മാരൊക്കെ കുറച്ചൊരു ആത്മസംയമനം വലിച്ചുകൊണ്ട് ഇതിൻ്റെ നല്ല രീതിയിൽ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ചെറിയൊരു ഒരു ബുദ്ധിയെങ്കിലും കാണിക്കണം എന്നുള്ളതാണ്. ഉന്നതങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഈ ABCC ആയാലും ICC ആയാലും അതിൻ്റെതായ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ കോൺഗ്രസിന് ഇനി ഒരു രക്ഷയുള്ളൂ എന്നാണ്. തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമസ്കാരം. അത് ഇതുപോലെ ശബ്ദം എന്നാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദം ഈ മുഖമൊക്കെ ഇങ്ങനെ ആക്കി വെച്ചാൽ തന്നെ ഒരുവിധ ആൾക്ക് ആ ശബ്ദം വരും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലാണ്. അതൊക്കെയാണ് ഞാനൊക്കെ ആദ്യകാലങ്ങളിൽ ചെയ്തിരുന്ന മിമിക്രി. പിന്നെ മത്സരം എന്ന് പറയുന്നൊരു ഏരിയ ഉണ്ടല്ലോ, മിമിക്രി. ഇതൊക്കെ നമുക്ക് ഏതൊരു മീഡിയ കൂടെയും ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ മിമിക്രി മത്സരം വരുമ്പോൾ അവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ സ്റ്റാറൊക്കെ പറയുന്നത് 10 മാർക്ക് കിട്ടാൻ, 100 മാർക്കാണെങ്കിൽ 10 മാർക്ക് കിട്ടാൻ മാത്രം കാര്യമുള്ള സാധനമാണ് സ്റ്റാർ. അല്ലാണ്ട് ഒരാൾ 5 മിനിറ്റ് നേരം മിമിക്രി പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്ക് ഫസ്റ്റ് കിട്ടണമെന്നില്ല. ശബ്ദങ്ങൾ ഒരുപാടുണ്ട്, നമ്മുടെ ഈ ചുറ്റുപാട് നിരവധി ശബ്ദങ്ങളുണ്ട്. അപ്പോൾ അതിൽ പ്രകൃതിയിൽ ശബ്ദങ്ങൾ,
പക്ഷികൾ, മൃഗാദികൾ, യന്ത്രങ്ങൾ, സംഗീതോപകരണങ്ങൾ, ഈ സർവത്ര ശബ്ദങ്ങളുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഒരു മത്സരത്തിന് അത് വൃത്തിയായിട്ട് മാറും. അപ്പോൾ നമ്മളിപ്പം എനിക്ക് തോന്നുന്നു ഈ ചില ശബ്ദങ്ങളൊക്കെ ഉണ്ട്, ചില കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സാധനം ഈ യന്ത്രങ്ങളുടെ ശബ്ദം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ്. അതിൽ ഇന്നത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ബൈക്കുകളൊക്കെ ഇഷ്ടമാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സ്പീഡിൽ പോകുന്ന ബൈക്കിൻ്റെ ഒരു ശബ്ദം നോക്കാം. ഏത് ബൈക്കാന്ന് ഞാൻ പറയുന്നില്ല, ആ ബൈക്കിൻ്റെ ഒരു ശബ്ദം നമുക്ക് നോക്കാം. അത് നമ്മൾ ഈ കണ്ണ് ചിമ്മിയിട്ട് തുറക്കുമ്പോഴത്തേക്ക് പിന്നെ ആ വണ്ടി കാണുമല്ലോ. പണ്ടൊക്കെ വെച്ചാൽ ഒരു പഴയ ഓട്ടോറിക്ഷ കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കേൾക്കാം, പണ്ടത്തെ ഓട്ടോറിക്ഷ. പക്ഷെ ഇന്നത്തെ ഓട്ടോറിക്ഷ ഒക്കെ എന്നുണ്ടെങ്കിൽ അതെന്തായാലും പോയത് അതൊരു ഓട്ടോറിക്ഷ എന്ന് പറയേണ്ട അവസ്ഥയാണ്. ഓട്ടോറിക്ഷൻ്റെ ഒച്ചയൊന്നും കേൾക്കും, എന്താണെന്ന് യന്ത്രത്തിൻ്റെ ഒച്ചയൊന്നും കേൾക്കില്ല. പിന്നെയുള്ള തന്നെ പണ്ടത്തെ ഒരു SD ബൈക്ക് ഉണ്ട്, ഇപ്പോൾ വീണ്ടും വന്നെങ്കിൽ കൂടെ. പണ്ട് ഈ 2 സൈലൻസറല്ല, അപ്പോൾ അത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടെ അവസാനിക്കുന്ന ശബ്ദമൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. രാത്രിയൊക്കെ ആണെങ്കിൽ ഇത് അങ്ങ് നമ്മളിങ്ങനെ കിടക്കുമ്പോൾ കഴിഞ്ഞാൽ വേറെ ശബ്ദമൊന്നും ഇല്ലാത്ത ഇതിങ്ങനെ ദൂരേക്ക് ഇങ്ങനെ പോകുന്ന ശബ്ദം കേൾക്കാം. പഴയ SD. ദൂരെയൊക്കെ എത്തുന്നവരെ ആ ശബ്ദം ഇങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുള്ളറ്റ് ബൈക്കൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പല ടൈപ്പ്, ഇപ്പം പഴയ പണ്ടൊക്കെ 1-2 മോഡലുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു 6 ഒക്കെ ഇഷ്ടംപോലെ വിവിധ മോഡലുകൾ വിപണിയിലുണ്ട്. പഴയ കാലത്തൊക്കെ നമ്മളിപ്പോൾ ഒരു പഴയ ബൈക്ക്, ഒരു ബുള്ളറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകുന്ന സാധനമുണ്ട്. ഇന്ന് അതൊക്കെ മാറി. ഇന്നിപ്പം ഈ ശബ്ദം വന്നു. പിന്നെ ഇപ്പോൾ പിന്നെയെന്ന് പറഞ്ഞാൽ കിളികളുടെ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരം കിളികളുണ്ട്. ഈ കുളക്കോഴി എന്നൊരു സാധനമുണ്ട്. കുളക്കോഴി എന്ന് പറഞ്ഞാൽ ഒരു കുളത്തിൻ്റെ അടുത്തൊക്കെ, വയലിൻ്റെ അടുത്തൊക്കെ പോയാൽ നമുക്ക് കാണുന്ന, വയലിൻ്റെ അടുത്തൊക്കെ പോയാൽ കാണുന്ന ഒരു കിളിയാണ്. ഇങ്ങനെ കേൾക്കുന്ന സാധനം. ഇതിന് ചെറിയൊരു മാറ്റം പറ്റി. ഇപ്പം എന്ന് വെച്ചാൽ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ മലബാർ ഭാഗത്തേക്കൊന്നും മയിലുകൾ കാണാൻ വലിയ പ്രയാസമാണ്. പക്ഷെ ഇപ്പോൾ എന്താണെന്നറിയില്ല, മലബാറിൻ്റെ പല സ്ഥലങ്ങളിലും മലബാറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കിട്ടും. ഞാൻ പറഞ്ഞ മലപ്പുറം, കോഴിക്കോട് അതൊന്നും അങ്ങനെ ഉണ്ടാവില്ല. പാലക്കാടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഈ മയിലുകളുടെ ഇപ്പം എല്ലാവർക്കും ഈ സുപരിതമാണ് മയിലുകാരം എന്ന് വെച്ചാൽ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ മയിലുകാര്യം രാത്രിയൊക്കെ അറിയാച്ചാൽ എന്തോ ഒരു ഭീകരജീവി വന്നെന്നുള്ളൊരവസ്ഥയാണ്. അങ്ങനെ ഈ ഒരു ശബ്ദമാണ് മയിൽ, ഭയങ്കര ഭീകരമായിട്ടുള്ള ശബ്ദം രാത്രി നമ്മൾ കേൾക്കുമ്പോൾ ഉണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ അതിൻ്റെ പേരെന്താ പറയുക, നമ്മളിപ്പം ഈ എൻ്റെ നാട്ടിലൊക്കെ പറയുന്നതിന് ഒന്നിനെ പിടിയെന്നൊക്കെ പറയുന്ന ഒരു കളിയുണ്ട്, ഒരു പരുന്തിൻ്റെ ഒക്കെ ഒരു വർഗ്ഗക്കാരനാണ് മൂപ്പര്. നമ്മൾ ശബ്ദം കേട്ട് പരിചയമുണ്ട്, പക്ഷെ ആളിന്നാന്നുള്ള ഈ അടുത്ത കാലത്ത് നമുക്ക് പിടിയിട്ട് അതിന് പുറകെ പോയ സമയത്ത് ഇതുപോലെ ഒരു പച്ചക്കിളിയുണ്ട്, പച്ച തത്തയല്ല, ഒരു പച്ചക്കറി, മരക്കൊത്തന്നൊക്കെയാണ് പറയുന്നത്. ഒരു പ്രത്യേകതരം മൂപ്പര് ചൂള വിളിക്കുന്നവർ തന്നെ മൂപ്പര് ശബ്ദം. പിന്നെ വേറെ കിളിയുണ്ട്, ഒരു കറുത്തിട്ടാണ്, നിലത്ത് ഇങ്ങനെ പറന്ന് വീണിട്ട് വാലിങ്ങനെ പൊന്തിക്കും. അന്നേരം ഒരു ചൂളം വിളി മാറ്റ ശബ്ദം ഉണ്ടാകും. അതെന്താണ്, അത് എത്ര ശബ്ദമാണ് ഒരു കിളീൻ്റെ വായിൽ നിന്ന് വരുന്നത് നമുക്ക് പറയാൻ പറ്റും. അതൊരു പ്രത്യേകതയാണ്. പിന്നെ വേറെ ചൂളം വിളി പോലെ തന്നെ ഒരു കറുത്ത ഒരു കിളിയുണ്ട്.
ഇങ്ങനെ ഇങ്ങനെ പറയാൻ വെച്ചാൽ അങ്ങനെ കിളികൾ കണ്ടമാനുണ്ട്. ഒരുപാട് 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 പ്രാവ്, അതുപോലെ തന്നെ ഈ പ്രാവുകൾ ഇങ്ങനെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ മുകളിൽ കുടിലിരുന്നൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തുള്ള ഒരു ശബ്ദമാണ് പ്രാവിന്റെ. ഇപ്പം താറാവിന്റെ ഒക്കെ ശബ്ദം എന്ന് പറഞ്ഞാൽ പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാട്ടിലൊക്കെ കാണുന്നത് പ്രത്യേക സ്ഥലം കുരങ്ങനാണ്. അത് എല്ലാ കാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മൂപ്പര ശബ്ദം അങ്ങനെയാണ്, പൊതുവേ അങ്ങനെ തന്നെ. പിന്നെ ആംബുലൻസ് കരയുന്ന പോലെ ഒരു കിളിയുണ്ട്. ഒരു കിളീൻ്റെ വായിന്ന് വന്ന ശബ്ദം ഇതൊക്കെ. ഞാനാദ്യം വിചാരിച്ചത് ആംബുലൻസ് പോകുന്നതിനാണ്. അങ്ങനെയുള്ള ചില കിളികൾ, ചില ശബ്ദങ്ങൾ കേട്ട് നമുക്ക് വേറെ ശബ്ദമായിട്ട് തോന്നും. പിന്നെ രാത്രിയൊക്കെ കേൾക്കുന്ന ചില കിളികളെ ശബ്ദമൊക്കെ അങ്ങനെ നമ്മൾ കുട്ടികളെ പേടിപ്പിക്കാനൊക്കെ ഉള്ള ചില ശബ്ദങ്ങൾ. ഈ രാത്രി നമ്മൾ കേട്ട കൂമൻ്റെ ശബ്ദം, കൂമൻ്റെ തന്നെ ആളുകൾ വെച്ചാണ് ഇങ്ങനെയുള്ള ശബ്ദമാണ്. അതല്ല, കൂമൻ്റെ അടിക്ക് ഒരു കൊമ്പിൽ പറന്നു കഴിഞ്ഞാൽ ഈ ഒരു ശബ്ദം ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ ഇന്ന ആളെടുത്താണ് ഈ ശബ്ദം വരുന്നുള്ള മനസ്സിലാവും. അല്ലാണ്ട് നമ്മൾ അതിന് ഭീകരമായിട്ടുള്ളൊരു ശബ്ദം കൊടുക്കും, അതിലൊരു ചിത്രം നൽകും. ചില ശബ്ദമൊക്കെ ഉണ്ടാകും, ബോധ പ്രേതാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ ഈച്ച എന്ന് പറഞ്ഞാൽ പൊതുവെ എനിക്ക് തോന്നുന്നത് പലതരം ഈച്ചകളുണ്ട്. അപ്പം നമ്മൾ സാധാരണ നമ്മളിവിടെയൊക്കെ കാണുന്ന ഈച്ചകളുടെ ഒരു ചെറിയൊരു ശബ്ദം. ഇതാണ് ഒരു ഈച്ചേൻ്റെ ഒരു ഈച്ച എന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെ. ഈച്ചയ്ക്ക് ഒരു സ്ഥലത്ത് വന്ന് ഇരുന്നിട്ട് ബാക്കിലത്തെ കാലുകൾ രണ്ടും കൂട്ടി വരച്ചിട്ട് ഒരു ശബ്ദം ഇട്ടാക്കാൻ ഒരിക്കലും അതൊന്നും ഒക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലായി. അപ്പം പറന്ന് ഇവിടെ പറന്ന് വീണിട്ട് പിന്നെ ഇങ്ങനെ പോകുന്നത്. അതാണ് ഈച്ചേൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് അടിപൊളി. ഒരു പൂവ് ചോദിച്ചിട്ട് താങ്കളൊരു പൂക്കാലം നമുക്ക് സമ്മാനിച്ചു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനിയും പുതിയ വീഡിയോസുമായി നമ്മൾ വീണ്ടും വരും. ബൈ.